ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനിതാ കടമ്പയിലുള്ള റിസോർട്ടിലാണ് എൻ്റെ ഗുഡ് മോർണിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നല്ല ലേറ്റായിട്ടാണ് അല്ലേ കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റായിട്ടാണ് എഴുന്നേറ്റതും. അടിപൊളി റൂമൊക്കെയാണ്. നമ്മൾ നല്ല എ സി ഒക്കെ ഇട്ട് തണുത്ത് വിറങ്ങലിച്ച് ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഇന്നലെ വരുന്ന 12 മണി വരെയുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. അതിനുശേഷം നമ്മൾ ഒന്ന് മേലൊക്കെ കഴുകി നല്ല ചുടുവെള്ളം തണുത്ത വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ നല്ല ചുടുവെള്ളമൊക്കെ ഉണ്ടാക്കി മേലേക്ക് ഫ്രഷ് ആയിട്ട് രാത്രി ഉറങ്ങി. അപ്പോൾ എഴുന്നേറ്റപ്പോൾ നമ്മൾ റൂമിൻ്റെ അവസ്ഥ ഞാനിതാ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ എല്ലാവരും ഒന്ന് ഇന്നലെ റെഡി ആയിട്ടുണ്ടായിരുന്നത് മോളും കുഞ്ഞുവാവൊക്കെ ഈ റൂമിൽ നിന്നായിരുന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നതും റെഡി ആയിട്ടുണ്ടായിരുന്നു അവരുടെ ഫോട്ടോഷൂട്ടിനൊക്കെ ഉള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂം നല്ല അലമ്പായിട്ട് കിടക്കണം കേട്ടോ. അതുകൊണ്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ അതാ ഇവിടെ പരന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐറൂസിന് പാലുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഇവിടെ അലമ്പായി കിടക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കുറച്ച് ഇവിടെ ഈ റൂമിലും കുറച്ച് അവരുടെ റൂമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നാമത്തെ നമ്പർ റൂം ഞങ്ങൾക്കും, രണ്ടാമത്തെ നമ്പർ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം രാത്രി എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആവശ്യം ഉണ്ടായാലും വിചാരിച്ചിട്ട്. അപ്പോൾ ആകെ അലമ്പായി റൂമൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ്. ഇപ്പോൾ 2025 എനിക്ക് തോന്നുന്നു നല്ലൊരു ലക്കാണെന്ന് തോന്നുന്നത്. കാരണം ഫസ്റ്റിൽ തന്നെ എനിക്ക് റിസോർട്ടിലൊക്കെ നിൽക്കാനും സംഭവം പറയാമല്ലോ, ഞാൻ എങ്ങനെയൊന്നും പോവാത്ത ആളാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞങ്ങളിങ്ങനെ അങ്ങനെ ടൂറോ കാര്യങ്ങളോ ട്രിപ്പൊന്നും പോവാത്ത ആൾക്കാരാണ്. ഇപ്പോൾ പക്ഷേ ഈ ഒരു മാസമായിട്ട് ഇപ്പോൾ 3ാമത്തെ തവണ ഞാൻ ഒരു റൂമിലൊക്കെ പോയി നിൽക്കണത് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ റൂമിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ കാണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ കറങ്ങി നടക്കണം. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പുറത്ത് നല്ല സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതും ഇങ്ങനെ പറയുന്നുണ്ട് നമുക്കൊന്ന് ചാടിയാലോ എന്ന്. അപ്പം റിസോർട്ട് അവിടെ നിന്ന് ഞങ്ങൾ റൂമിൽ നിന്ന് ഇങ്ങനെ ഈ സൈഡിലൂടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ പിന്നെ പുറമേ ഞങ്ങൾ നല്ലോണം എ സി ഒക്കെ ഇട്ട് തണുപ്പിച്ചായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വെള്ളം കണ്ടിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട എന്നൊക്കെ കുറേ അവളോട് പറഞ്ഞു. പക്ഷേ അവളെ അപ്പച്ചീനെ സോപ്പിട്ട് എന്ത് ചെയ്തു, സ്വിമ്മിങ് പൂളിൽ പോയി ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നീനുട്ടിക്ക് പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ചാടിയതിൻ്റെ ഒരു ക്ഷീണം ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടേക്ക് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആർമതിക്കാണ്. എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇങ്ങനെയൊക്കെ ഒരു റൂമിൽ നിൽക്കുക എന്നൊക്കെ പറയണത്. അപ്പോൾ എന്താ അറിയില്ല, എനിക്കിപ്പോൾ 2-3 തവണയായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 2025 നമ്മുടെ ഒരു ലക്കി കൊല്ലമാട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് സമയം അവിടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു 10 മണീൻ്റെ ഉള്ളിലായപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്, പിന്നെ കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിളിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സമയം ഒരു 9-9:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകാമെന്ന് കരുതി ഫുഡ് കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ അനിയനും ഉണ്ട്, നുജുമ അവിടുന്ന് അടുത്ത് തന്നെയാണ് അവൻ്റെ റൂമിൽ പോകാൻ പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് പോകാം, ഞങ്ങളിപ്പോൾ ഇറങ്ങാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി വേഗം പാക്ക് ചെയ്തൊക്കെ വെച്ചാൽ പിന്നെ പെട്ടെന്ന് പോകാനാവുമ്പോൾ പോകാമല്ലോ എന്ന് കരുതിയിട്ട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നേരെ ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇതിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക, ഈ ഡ്രസ്സ് തയ്ച്ചതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിൽ ഇട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ എഡിറ്റിങ്ങൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നല്ല സ്ഥലത്തെത്തി ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു നീനുട്ടിനോട് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തുകൊണ്ടാ, എനിക്കതിൽ ഉൾപ്പെടുത്താമല്ലോ, നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുപ്പിച്ചു. അതിൻ്റെ ഫുള്ളായിട്ട് ഡ്രസ്സ് ഫുള്ളായിട്ടുള്ള ഭാഗങ്ങളൊക്കെ അതെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഞാൻ നുജുവിൻ്റെ നീലുട്ടനെയും കൊണ്ട് എടുത്തിട്ടാണ് ഞാൻ അങ്ങനെ പോയത് കേട്ടോ. അവർ പിന്നാലെ വരുന്നുണ്ട്, ഉമ്മയുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം സമയം 10 മണി കഴിഞ്ഞു കേട്ടോ. അവിടുന്ന് സ്റ്റാഫ് ഇങ്ങനെ വന്ന് വിളിക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിയാറായി, ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. സത്യമായിട്ട് എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ വന്ന് കഴിച്ചു പോയിട്ടുണ്ട്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതാ. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ഇഡ്ഡലി, പിന്നെ എന്താ പറയുക പൂരി, ഇഡ്ഡലിക്ക് ചട്ടിനി ഉണ്ട്, പിന്നെ നല്ല കടലക്കറി ഉണ്ട്, പിന്നെ എന്താ പറയുക പുട്ടുണ്ട് കേട്ടോ. പുട്ടും ഈ പൂരിയിലേക്ക് നല്ല ബാജിക്കറി ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. 3 ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ വട, നല്ല ഉഴുന്നുവടയുണ്ട്. അപ്പം ഞാനിതാ ഒരു പൂരി, 2 ഉഴുന്നുവടയും പിന്നെ അതിലേക്ക് കുറച്ച് കറിയും ഇതൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഒരു ഗ്ലാസ് ചായ എടുത്തു കേട്ടോ.
അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും മോളൊക്കെ ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഐറൂസിന് ഇങ്ങനെ വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളപ്പോൾ അങ്ങനെ ഇരുന്നു. അത് ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ ഇപ്പോൾ ഇത് ഡേറ്റൊക്കെ പോയോ എന്ന്. ഇന്നും കൂടി നാളെ മുതൽ നമ്മൾ അടിപൊളിയായിട്ട് സ്ട്രിക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് ഒന്ന് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാതെ ആ ഡയറ്റ് നിർത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ആകുമ്പോൾ നമുക്ക് എത്രയായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ അതിനോട് ഭക്ഷണം കൂടി കഴിക്കാതിരുന്ന സെറ്റ് ശരിയാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ ആ ഒരു ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി എടുത്തുകൊണ്ടുവന്നതിന് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നില്ലേ, അത് മോളെ ഹസ്ബൻഡിൻ്റെ സ്ഥാപനത്തിൻ്റെ അവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും കൂടെ ഒരു കൊടുത്ത ഗിഫ്റ്റാട്ടോ ഇത്. അപ്പോൾ അവർ വന്നാണ്ട് പറഞ്ഞു, ഇതാ ഈ 2 സ്റ്റാഫ് അവിടുത്തെ കുട്ടികളാട്ടോ വന്നാണ്ട് പറഞ്ഞു, ഇത് പെട്ടെന്ന് അൺബോക്സ് ചെയ്യണം, നമുക്കൊന്ന് തുറന്ന് നോക്കിയല്ലോ എന്ന് പറഞ്ഞു. എന്താ ഇത്ര ആവശ്യം എന്നൊക്കെ കരുതി എന്നാൽ തുറന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാനും നിന്നു. അവർ അർജൻറ്റായിട്ട് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് തിരക്കൂടി ചെയ്തപ്പോൾ ഞാൻ ഇപ്പോൾ എന്തിനാ കരുതി. അപ്പോൾ ഈ ഒരു ബോൾ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇവരൊക്കെ പാടെ ചെക്കന്മാരൊന്നായിട്ട് ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങണം. അപ്പോൾ അവർക്ക് അതിൽ തട്ടി കളിക്കാൻ ബോളില്ലാഞ്ഞിട്ട് ഇതിലുണ്ട് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് എടുക്കാൻ വന്നതാട്ടോ. പക്ഷേ അവർ പറഞ്ഞത് അൺബോക്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്ത് കൊണ്ടുപോയി. അപ്പം ഞാൻ കരുതി എന്തായാലും തുറന്നതല്ലേ, നമുക്ക് ഇതിലെന്തൊക്കെയുണ്ട് നോക്കാമെന്ന് കരുതി ഞങ്ങളും കൂടി ഒന്ന് നോക്കിയിട്ടോ. അപ്പോൾ അതിലിതാ ഒരു അടിപൊളിയായിട്ടൊരു പാവയുണ്ട്. പിന്നെ കുറേ ഡ്രസ്സിൻ്റെ കവറുകളുണ്ട് കേട്ടോ. പക്ഷേ ഒന്നിലും ഡ്രസ്സില്ല. ഒരു തമാശക്ക് വേണ്ടി ചെയ്തതായിരിക്കും. അപ്പോൾ ഒരുപാട് പെട്ടിയുണ്ട് ഡ്രസ്സിൻ്റെ. പക്ഷേ ആ ഒറ്റ പെട്ടിയിൽ ഒരൊറ്റ ഡ്രസ്സില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വലിയൊരു പെട്ടിയുണ്ട്. അതിലൊരു അടിപൊളിയായിട്ടുള്ള കുറച്ച് ടോയ്സ് ഉണ്ട് കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ എല്ലാവരും ബർത്ത്ഡേക്ക് ടോയ്സ് തന്നെയായിരിക്കും കൂടുതലും വാങ്ങല്ലേ, നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിനേക്കാൾ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഐറൂസിന് ടോയ്സ് വാങ്ങാഞ്ഞത് കേട്ടോ. എന്തായാലും ഒരുപാട് ടോയ്സ് കിട്ടുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അവൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ഐറൂസിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അലമാര തന്നെ ഞങ്ങൾ വാങ്ങിയത് കേട്ടോ. പിന്നെ ഈ വെട്ടിയിൽ കുറേ കളിപ്പാട്ടുണ്ട്, നല്ല ചെരുപ്പുണ്ട്, കുഞ്ഞു കളിപ്പാട്ടുണ്ട്, വലിയ കളിപ്പാട്ടങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഈ ഇതിൽ കവറിൽ നോക്കിയപ്പോൾ അതിൽ 2 ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സിൻ്റെ പെട്ടിന്നൊക്കെ എടുത്ത് കവറിലാക്കിയിട്ട് പെട്ടികളൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ഇട്ടതാണെന്ന് തോന്നുന്നു. ഏതായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള 2 കൂട്ടം ഡ്രസ്സും ഉണ്ട്. ഒക്കെ ഞങ്ങളൊന്ന് നോക്കി അതിലേക്ക് തന്നെ അതുപോലെ വെച്ചു കേട്ടോ. കാരണം ഞങ്ങളിത് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ വന്ന് പെട്ടെന്ന് ഇതൊന്ന് തുറന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾ തുറന്ന് നോക്കിയതായിരുന്നു. അത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ വെക്കറ്റ് ചെയ്യാനുള്ള ടൈമായി. ഇപ്പോൾ ഇത്ര നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അത് ലേറ്റ് ആവാൻ കാരണം എന്താ വെച്ചാൽ അവർ ചെക്കന്മാരൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് കയറാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു 12-12:30 ഒക്കെ ആയിട്ടുണ്ട്. ശരിക്കും 1 മണിയാകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് പോവേണ്ടതാണ്. പക്ഷേ അവരൊന്ന് വൈകിയതുകൊണ്ട് 2 മണിയായിട്ടുണ്ട് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇവിടെ സമാധാനം എന്ന് വെച്ചാൽ എല്ലാം പുറത്തേക്ക് വെച്ചാൽ മതി കേട്ടോ. ഒക്കെ ഇവിടുത്തെ ഈ ഒരു റിസോർട്ടിലത്തെ സ്റ്റാഫുകൾ വന്നിട്ട് എല്ലാം എടുത്ത് ഗേറ്റിൻ്റെ അവിടെ ആ വണ്ടി നമ്മളെ വാഹനം എവിടെ വെച്ചാൽ അവിടെ വരെ എത്തിച്ചു കൊടുക്കും. നമ്മുടെ കയ്യിലുള്ള ചെറിയ ബാഗല്ലാത്ത എല്ലാ സംഭവങ്ങളും അവർ അവിടെ എത്തിച്ചു തരുന്നുണ്ട്. അതൊക്കെ ഈ ഒരു റിസോർട്ടിൻ്റെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഞാനിതിന് ഫുൾ മാർക്ക് കൊടുക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ്. കാലാവസ്ഥ ആയാലും പിന്നെ എന്താ പറയുക റൂമായാലും എല്ലാം അടിപൊളിയാണ്. ഇതിൻ്റെ സ്ഥലം കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഇവിടെ വന്ന് എല്ലാവർക്കും ഈ ഒരു കപ്പിൾസൊക്കെ വന്ന് താമസിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ എല്ലാം എടുത്തു. ഏകദേശം ഒരു 2 മണിയോട് കൂടിയാണ് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് തന്നെ ഒരു ചായ കുടിക്കാനാണെങ്കിലും ഒരു അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. നടന്ന് ഒന്നാമേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എൻ്റെ കാലും കൈയൊക്കെ മരവിച്ചൊരവസ്ഥയിലാണ്. കുറേശ്ശെ നീര് പോലെയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ അടഞ്ഞിരുന്ന് സ്റ്റിച്ച് ചെയ്യല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കാലിനൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഈ ഒരു നടത്തമൊക്കെ കൂടെ ആയപ്പോൾ ഞാൻ സത്യം പറയാമല്ലോ ചത്ത് എന്നൊക്കെ പറയാം. നല്ല പെയിന് പോലെ കാലിനൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞല്ലോ പരിപാടിയൊക്കെ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതിൻ്റെ സന്തോഷം ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യ. നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ നടത്താൻ ആഗ്രഹം ഉണ്ടാവുന്നു. പക്ഷേ എന്താ പറയുക, നമ്മൾ സാമ്പത്തിക അവസ്ഥ നമുക്ക് അങ്ങനെ പറ്റിക്കോണമെന്നില്ലല്ലോ. ഇത് നമ്മൾ വിചാരിച്ചതിലപ്പുറം അടിപൊളിയായിട്ട് അവർ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ
ഒരു 2-2:30 അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാനെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലല്ലോ ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു എല്ലാവരും നേരെ അരീക്കോട് മമതയിലേക്ക് വിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളും എത്തിയിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, മോളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ അവരെല്ലാവരും കൂടെ ഒരു വന്നത് ട്രാവലറിലായിരുന്നു, മടങ്ങുമ്പോൾ ചെറിയൊരു ബസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും മൊത്തത്തിൽ എന്ത് ചെയ്യണേ, മമതയിൽ അരീക്കോട് മമതയൊക്കെ വന്നിട്ടാണ് അവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി. നുജൂമും ഞാൻ ഇമ്മയും ഇപ്പിയൊക്കെ ഉണ്ട്, ഞങ്ങളുണ്ട്. മോളൊക്കെ വന്ന് നേരെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നും ഒരു അടിപൊളിയായിട്ട് നിന്ന് ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും വീണ്ടും ഒരുമിച്ച് എന്നൊക്കെ പറയുമ്പോൾ 2 ദിവസത്തെ ഒരു പരിപാടി ആയില്ല. ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, നേരെ ഞങ്ങൾ അവിടുന്ന് ഇവിടെ അരീക്കോട് ഞങ്ങൾ സത്യം പറയാമല്ലോ ഇതിൻ്റെ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാമെന്നല്ലാതെ ഇതുവരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഉള്ളിൽ കയറി കഴിക്കാൻ അധികം കേക്ക് സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ കേരളമൊക്കെ പോയിട്ടുള്ളൂ. ഇവിടെ മമതൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഈ ബേക്കറി ഒന്നുകൂടി അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വലിയ ഹാളൊക്കെ ആക്കി മുകളിലേക്കൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ സൗകര്യമാക്കിയിട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നല്ല ഫുഡാണ്, അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. ഞങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്, ഷവർമ അതുപോലെ ബർഗറൊക്കെ ഓർഡർ ചെയ്ത് വരുത്താറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ഇതാ ഉള്ളിലേക്കൊക്കെ പോയി ഞങ്ങൾ ഇപ്പോഴാണ് ഇത് കാണുന്നത് കേട്ടോ. അത് ഓർഡർ ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കാണാറില്ല. അപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോഴാണ് ഇത്രയും അടിപൊളിയാക്കി ഇതൊക്കെ ഒന്ന് കണ്ടത്. പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് മുകളിലേക്കാണ് കേട്ടോ, അവിടെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ മുകളിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് ഐറിസിനൊരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ടോ. അവൻ ഇനിയിപ്പോൾ എന്താ പറയുക, ചോറിൽ അധികം കിടന്ന് കളിക്കണ്ടെന്ന് കരുതിയിട്ട് നേരം ഒരു ബിസ്ക്കറ്റിൻ്റെ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് കയറി. അപ്പോൾ അവനത് കൊടുത്തു. അപ്പോൾ അതാ ഞങ്ങൾ മുകളിലെത്തി. ഈ ആൾ മൊത്തം എന്താ പറയുക, ഫുഡൊക്കെ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഒരു വരിയിൽ തന്നെ എല്ലാവരും ഇരിക്കാനൊക്കെ പറ്റിയിട്ടോ. അപ്പം എന്താ പറയുക, മോള് പറഞ്ഞു, ഇമ്മച്ചി നമുക്കിനി ഇങ്ങോട്ട് ഒരു ദിവസം ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ ഫുഡ് എന്താണെന്ന് വെച്ചാൽ നല്ല ബിരിയാണിയും ഉണ്ട്, മന്തിയും അൽഫാമും കേട്ടോ. അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്ര ആൾക്കാരും അത് തന്നെയാണ് കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വിശന്നിട്ട് 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വിശന്നിട്ടൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് നല്ല വയറ് ഫുള്ളാക്കി ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഇവിടുന്ന് പിരിയാണ് കേട്ടോ. ഇതാ മോളൂൻ്റെ ഹസ്ബൻഡാണിത്. ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ അത് ആ വണ്ടിയിലാണ്. അവരെല്ലാവരും കയറിയിട്ട് അവരൊരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ ഇറക്കി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവർ ആ വണ്ടിയിൽ പോയി. പിന്നെ നുജൂമും ഇമ്മയും ഇപ്പം ഞാനൊക്കെ അവർ മഞ്ചേരിയിലേക്ക് അവിടുന്ന് പോയി. അങ്ങോട്ട് എൻ്റെ വീട്ടിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. മോള് പിന്നെ ഐറൂസിന് കഞ്ഞിയൊക്കെ കൊടുക്കാനുണ്ട്. അവന് ഒന്നും കഴിക്കില്ല. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ബിരിയാണി മന്തിയൊക്കെ ആയതുകൊണ്ട് അവന് കൊടുക്കാൻ വയ്യല്ലോ. വയറിപ്പോൾ ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. അവന് ഇതിൻ്റെ ഇടയിൽ ഒരു ഛർദി പോലെയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവന് നമ്മൾ വീട്ടിൽ പോയി കഞ്ഞിയൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ കൊണ്ടോട്ടിയിലേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഉമ്മ അവിടുന്ന് പോയി. പിന്നെ എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് പിരിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ ബൈ.